ഹലോ ഗൈസ്, അനന്തുവാണ് തരംഗം മീഡിയ. ഇന്ന് നമ്മൾ നമുക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറിയ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ സാധനമെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് രതീഷ് ചേട്ടനുണ്ട്, അമ്പാടിയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ നമ്മൾ സാധനമെല്ലാം കയറ്റി. ഇത് ഇച്ചിരി കട്ടി ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടി ആയതുകൊണ്ട് അത് കയറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം 3 പേരും കൂടി കയറ്റിയാലേ തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൊമ്പുണ്ട്, നമ്മുടെ കുറച്ച് പിക്സലിൻ്റെ പരിപാടിയുണ്ട്, നാടയുടെ പരിപാടിയുണ്ട്, ഒരു ചെറിയ ഒരു ക്രിസ്ത്യൻ കല്യാണം കേട്ടോ. നമ്മൾ വീടിനടുത്ത് തന്നെ കുറേ ദിവസമായിട്ട് ഈ 2 മാസമായിട്ട് നമ്മളിങ്ങനെ ഒരു പരിപാടി ഇല്ലാതിരുന്നിട്ട് നമുക്ക് കിട്ടിയ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അത് ഭംഗിയായിട്ടും ചെയ്തു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ റേറ്റോ കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ, വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്കത് ഉപേക്ഷിക്കാനും പറ്റത്തില്ല. എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രയും ഭംഗിയാക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ സാധനം ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം എല്ലാം കയറ്റിയിട്ട് നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കാം കേട്ടോ. അതെ, ഇവനാണ് നമ്മുടെ സാരഥി കേട്ടോ. ഇതാണ്ട് അവൻ കുറേ നാൾക്ക് ശേഷം 2 മാസത്തിന് ശേഷം അവൻ നമ്മുടെ ഷെഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവനാണ് നമ്മുടെ എല്ലാ വർക്കിനും നമ്മളെയും കൊണ്ട് പോകുന്ന നമ്മുടെ പടക്കുതിര. അപ്പോൾ അവൻ ലോഡായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പയ്യെ സ്ഥലത്തോട്ട് അങ്ങ് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഫുൾ ലോഡ് കയറ്റി നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വീട്ടിലോട്ട് പോകാം കേട്ടോ. രജിഷേട്ടനുണ്ട്, രജിഷേട്ടനുണ്ട്, അമ്പാടിയുണ്ട്. അമ്പാടി കാണിച്ചാൽ നിന്നെ കാണിച്ചാ കേട്ടോ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പം കുറേ നാളത്തെ ശേഷത്തിനൊരു വർക്ക് കിട്ടുകയാണ്. അപ്പം എത്രയും ഭംഗിയായിട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ ബാക്കി വൈകിട്ടത്തെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം, ലൈറ്റിൻ്റെ വീഡിയോ എല്ലാം പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. പോ. സൈഡിൽ കൂടി തന്നെ നമ്മൾ മീൻ നോക്കുന്ന സ്ഥലങ്ങൾ തന്നെ കേട്ടോ. ആ സൈഡിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമുക്ക് വീടെത്തി അടുത്തും. അങ്ങോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കണം കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് സൈറ്റ് കേട്ടോ. അപ്പം അവിടുന്ന് ഫിനിഷിംഗ് വർക്കോ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നാളെ കഴിഞ്ഞാണ് കല്യാണം. അപ്പം ഇന്ന് വൈകിട്ട് നമ്മൾ ടെസ്റ്റ് അടിച്ചു കൊടുക്കാൻ നമ്മളെ കസ്റ്റമറോട് പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ നമ്മൾ ഏതൊരു വർക്കറിൻ്റെയും ഒരു ആഗ്രഹം. അതാണല്ലോ നമുക്ക് ഏൽപ്പിക്കുന്ന വർക്ക് ഒരു ദിവസം മുമ്പെങ്കിലും അവരെ ഒന്ന് വർക്ക് ടെസ്റ്റ് അടിച്ചൊന്ന് കാണിക്കുവാണെങ്കിൽ അത്രയും ആ വർക്ക് പിടിക്കുന്ന ചെയ്യുന്ന ആ ഓണറെ സംബന്ധിച്ച് അവൻ ഹാപ്പി ആയിരിക്കും. അത്ര റിസ്ക് കുറയുമല്ലോ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ഇവിടെയൊക്കെയാണ് ലൈറ്റ് ചെയ്യേണ്ടത്. ഐഡിയ ഒന്നും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ഈ 2 പാസേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പം ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ആ സമയത്തെ യുക്തിക്കനുസരിച്ച് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യണം. വീടിതാണ്. നമ്മൾ വീടിലോട്ട് LED പാർ സ്റ്റാൻഡേ കൊടുക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ്. അപ്പം ഇനി നമുക്ക് വർക്ക് നടക്കുന്നതനുസരിച്ച് ഓരോന്നെടുക്കാം. അപ്പോൾ നമ്മൾ പയ്യെ പണി തുടങ്ങി കേട്ടോ. നമ്മൾ മതിലിൻ്റെ ബോർഡർ സ്കെച്ച് ചെയ്യുക. വാം നാട ഇട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ അമ്പാടി അവിടെ പരിപാടി തുടങ്ങി. രതീഷേട്ടൻ വേണ്ടതേ നമ്മുടെ ഈ മാവേൽ ഒരു പച്ച എമ്മച്ച് വെക്കാനുള്ളൊരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒറ്റ ഒരു രീതിയിൽ ഇങ്ങനെ വേണമെന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം അങ്ങ് ഫസ്റ്റ് നമ്മൾ മതിൽ സ്കെച്ച് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു 6 കൊമ്പ് നമ്മൾ വെക്കുന്നുണ്ട്. ആ പാസേജ് ഒരു 6 കൊമ്പ് വെക്കുന്നുണ്ട്. ആ ഒരു 6 കൊമ്പ് ഏകദേശം ഒരു ഡിസോർഡറായിട്ട് ഒന്നടവിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാല് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടോ, ഈ സൈഡിലൊരു 3, ഈ ഒരു സൈഡിലൊരു 3, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെടിച്ചട്ടി ഇരിക്കുന്ന ഈ ഒരു പോർഷന് അവിടെ നമുക്ക് പിക്സൽ വാമിൻ്റെ അതിടണം. ഈ സൈഡും അതുപോലെ ഇടണം. പിന്നെ നമുക്കത് ഇവിടെ മാവൊക്കെ ഉണ്ട്, തെങ്ങൊക്കെ ഉണ്ട്. അത് എന്തെങ്കിലും ചെയ്തു വരുന്ന ഐഡിയയ്ക്ക് ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം 3 പേരുടെ ഐഡിയ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഭംഗിയായിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യുക. അപ്പം കാരണം വേറൊന്നുമല്ല, ഞങ്ങളുടെ നാടും കൂടാണ്. ഞങ്ങളുടെ രാമഗിരി നാട്ടിൽ തന്നെയാണ് കല്യാണം. എനിക്കങ്ങനെ എൻ്റെ നാട്ടിലങ്ങനെ ഒത്തിരി വർക്ക് കിട്ടാറില്ല. ദൂരെ ഈ ഈവൻറ്റുകാരുടെ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള, എന്നെ അറിയാവുന്ന, നമ്മുടെ വീടുമൊക്കെ ആയിട്ട് നല്ല സഹകരണമൊക്കെ ഉള്ളതാണ്. ഈ ചടങ്ങ് നമുക്ക് വിളിയുള്ളതാണ്. അപ്പം റേറ്റ് അല്ല മെയിൻ കാരണം. എത്രയും ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, അവരെത്രയും ഹാപ്പി ആകുന്നു. ഞാൻ നമ്മുടെ വീഡിയോക്കകത്ത് പറയത്തില്ലേ, നമ്മൾ ചെയ്ത് കൊടുത്ത
കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളോട് പറയണം നിങ്ങൾ ചെയ്തതേ നല്ല ഭംഗിയായി കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. കാരണം ഞാനോ അമ്പാടിയോ രതീഷേട്ടനോ 3 പേരുടെ കഷ്ടപ്പാടാണ്. നമ്മുടെ ഈ 3 പേര് കഷ്ടപ്പെട്ട് ഒരു എന്തെങ്കിലുമൊക്കെ ഭംഗിയായിട്ട് നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് കസ്റ്റമർ വന്നാൽ കുഞ്ഞുങ്ങളെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പം നമുക്ക് കിട്ടുന്ന സന്തോഷം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എത്രത്തോളം നമ്മൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. പൈസയെക്കാളും മുകളിലാണ് ആ ഒരു വാക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ രതീഷേട്ടൻ കൊമ്പ് സെറ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഡിസൈൻ കൊമ്പാണ് കേട്ടോ. പലരും പല ഡിസൈനിൽ അടിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഒന്ന് കൂടുവാണ്. ഇത് കഴിഞ്ഞിട്ട് വെച്ച് കഴിയുമ്പോൾ ഉള്ള കാണിക്കാം ഗൈസ്. അപ്പോൾ അതേ നമ്മൾ കൊമ്പ് വെച്ചു കേട്ടോ. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്ന കൊമ്പ്. നമ്മളെ പാസേജ് ആ കൊമ്പ് വന്നപ്പോൾ തന്നെ ഒരു ഷോ ആയി കണ്ടോ. ഇതിനിടയ്ക്ക് കൂടി കാറ് സുഖമായിട്ട് കയറി പോവുകയും ചെയ്യും. നമ്മുടെ ഇനിയും ട്രാവലർ ഇറങ്ങാൻ വേണ്ടി വല്ലതും ഗ്യാപ്പില്ലെങ്കിൽ കൊമ്പൊന്ന് മാറ്റണം. അപ്പം നമ്മൾ ഇങ്ങനെ അപ്പോൾ കൊമ്പ് ഡിസൈൻ ചെയ്ത് കണ്ടോ. അപ്പോൾ അതേ നമ്മുടെ മതിൽ ഒരു സൈഡ് അമ്പാടി സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളപ്പം ഈ മതിലിൻ്റെ പരിപാടി തീർന്നു. ഇനി നമുക്കതേ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്ടുപേര് കേട്ടോ. ചേന്നാട്ടുശ്ശേരി എന്നാണ് അവരുടെ വീട്ടുപേര്. വലിയ ഫാമിലി കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ കല്യാണ ചെറുക്കൻ്റെയൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മൾ വൈകിട്ട് അവരെ കത്തിച്ചെല്ലാം കഴിയുമ്പോൾ കല്യാണ ചെറുക്കനോട് ആ പയ്യനോട് തന്നെ നോക്കിയാൽ പയ്യനോടും പയ്യൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്. നമുക്കവരോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് അവരുടെ അഭിപ്രായം എല്ലാം ചോദിക്കാം. അപ്പോൾ ഈ സൈഡിലൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ. ഇത് ഞങ്ങളുടെ പമ്പ ആറ്റിക്കുടി ബോട്ട് സർവീസ് നമ്മുടെ വൈകിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോകുന്ന സമയം കേട്ടോ. അപ്പം അവിടുത്തെ മുഴുവൻ പിള്ളേരാണ്. നിറച്ചും പിള്ളേരാണ്ടോ. ഒരു പൂവാണ്. അപ്പോൾ ഗൈസ് നമ്മളിതേ 2 സൈഡും സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ സൈഡ് നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു, ഈ സൈഡ് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. അമ്പാടി മേടി വേണ്ടേ നമ്മുടെ എംഎച്ചും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുക ഉണ്ടോ. 2 അവൻ ഫില്ല് ചെയ്യണമെങ്കിൽ 2 വേണമെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ഐഡിയയ്ക്ക് അത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുത്തെ സപ്ലൈയും ലൈനും എല്ലാം കൂടെ അങ്ങോട്ട് പിടിച്ചിട്ട് ഈ 2 സൈഡിലെ കൊമ്പിൻ്റെ കണക്ഷൻ പിടിക്കണം. പിക്സൽ ഇടുന്നുണ്ട്, അതിൻ്റെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലാസ്റ്റ് വേണം നമുക്ക് വീഡിയോയിലോട്ടുള്ള LED പാറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ. കളർ വാഷ് ഇടുക കേട്ടോ. അപ്പോൾ അത് കാരണം വേറെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ വേണ്ട ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇത്ര അകൽച്ചയുണ്ട്. 2 ചെടിച്ചട്ടി തമ്മിൽ നല്ല അകൽച്ച ഗ്യാപ്പാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ഡിസൈനാണ് കൊടുത്തത്. എല്ലാ ചെടിച്ചട്ടിയിലും വാമ ഇങ്ങനെ ചുറ്റിയിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ആ ഒരു ഐഡിയ ആണ് വന്നത് കണ്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണം കേട്ടോ. കാരണം വേറൊന്നുമല്ല, അടുത്ത ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വർക്ക് സൈറ്റിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന ആ ഒരു ഐഡിയയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പം എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടേതായ ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഇത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് തോന്നിയാണ്. കാരണം ഇത്രയും ഗ്യാപ്പുണ്ട്, 2 ചെടിച്ചട്ടി തമ്മിൽ ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പം തമ്മിൽ നമ്മളിങ്ങനെ നീളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തു. കൊമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേണ്ടത് ഈ ഒരു മാവേലൊരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ അവത്തൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുമാണ് നമുക്ക് സ്റ്റാൻഡ് ഇട്ട് വീടിലേക്ക് കൊടുക്കണം. ഇതാണ് വീട്. പിന്നെ കയറി വരുന്നതിന് അവിടെ നിങ്ങൾ കണ്ടല്ലോ. ബാക്കി നമുക്ക് ഓരോന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഫൈനലി നമ്മുടെ ലൈറ്റ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ലോഡ് ചെയ്തു കേട്ടോ. നമ്മൾ ചാർജ് ചെയ്തു. അപ്പോൾ ദേ നമ്മുടെ മതിൽ നമ്മൾ സ്കെച്ച് ചെയ്തത് വേണ്ടേ ഈ സൈഡ് പിന്നെ നമ്മുടെ കൊമ്പ് വെച്ചിരിക്കുന്ന പോർഷൻ കണ്ടോ. അപ്പം കൊമ്പ് വെച്ചിരിക്കുന്ന പോർഷനെ കണ്ടോ. നമ്മുടെ ഐഡിയ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ചെടിച്ചട്ടി എങ്ങനെ ചുറ്റാമെന്നുള്ള ഐഡിയ ആയിരുന്നു കേട്ടോ. അതായാലും ഭംഗിയായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
നിങ്ങളുടെ അഭിപ്രായം എന്താണേലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ വീട് നമ്മൾ കളർ വാഷ് കൊടുത്തിരിക്കുക കേട്ടോ. നമ്മൾ വീടയിലോട്ട് നമുക്ക് LED പാറ് താഴെ വെക്കാനുള്ള ഒരു പൊസിഷനേ ഉള്ളൂ. കണ്ടോ, താഴെ നമുക്ക് വെക്കാം. വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് മേളിൽ ഇങ്ങനത്തെ ഓടായതുകൊണ്ട് ഓടിന് ഡാമേജ് ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് നമ്മൾ സ്റ്റാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, സ്റ്റാൻഡേ കൊടുത്തു. അപ്പോൾ ഫുള്ള് കളർ വാഷ് കൊടുത്തിരിക്കുക. കണ്ടോ. അപ്പോൾ ദേ നമ്മുടെ പടക്കുതിര ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വീട് കളർ വാഷ് കൊടുത്തിരിക്കുകയാണ്. വീടിലൊന്നുമില്ല കേട്ടോ, ഒരു ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നാളെ ഇവിടുത്തെ പയ്യൻ്റെ ഇത് കല്യാണമാണ്. നാളെ കഴിഞ്ഞാണ്, നാളെ റിസപ്ഷനാണ്. അപ്പോൾ വീടും പുതിയ ഒരു വെച്ചാണ്. അപ്പം പാല് വെച്ചം എല്ലാം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നമ്മളത് കാരണം വീടിലോട്ട് കൂടുതൽ ലൈറ്റ് ആഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കി. കാരണം ഫുള്ള് പുത്തൻ പെയിൻ്റ് എല്ലാം കിടക്കുന്നതുകൊണ്ട്, ഫ്രഷായിട്ട് അടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇൻ കേസ് എങ്ങാനും കയറുകയൊക്കെ ചെയ്ത് ചെളിയെങ്ങാനും പറ്റി അതൊരു അഭംഗിയായിപ്പോവും. അത് കാരണം നമ്മുടെ സെക്ഷൻ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പം അത് കാരണം നമ്മൾ വീടിൻ്റെ ഭാഗത്തോട്ട് ഒന്നും കയറിയിട്ടൊന്നുമില്ല. അതെ, ഇതാണ് നമ്മുടെ പയ്യൻ്റെ അച്ഛനാണ് കേട്ടോ. ഞങ്ങൾ എങ്ങനെയുണ്ട്, ലൈറ്റൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ചാനലുണ്ട്, യൂട്യൂബുണ്ട്. അപ്പോൾ നമ്മളപ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതും പ്രതീക്ഷിച്ചതിന് അപ്പുറത്താണല്ലോ. നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഹാപ്പിയാണ്. ഇനി അവർ അമ്മയും ചെറുക്കനൊക്കെ പുറത്ത് പോയിരിക്കും. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞാൽ വരത്തുള്ളൂ. അപ്പം ഞാൻ വന്ന് ഒന്നുകിൽ ഓണാക്കി കൊടുക്കും. അപ്പം നമുക്ക് കല്യാണ ചെറുക്കൻ്റെ അഭിപ്രായം കൂടി കേൾക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് നിങ്ങൾ ഇട്ടേക്കണം കേട്ടോ, എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ. ഈ കമ്പനി അപ്പോൾ ഗൈസ്, ദേ ഫൈനലി നമ്മുടെ ഈ പരിപാടികൾ മൊത്തം ലൈറ്റ് സെക്ഷൻ്റെ പരിപാടികൾ ഫുള്ള് ഫിനിഷായി. നമ്മളത് അഡീഷണൽ ഒരു 2 സ്ട്രിപ്പും കൂടി തെങ്ങയിലും കൂടി കയറ്റി കേട്ടോ, ഒരു ആംബിയൻസിന് വേണ്ടി. അങ്ങനെ മൊത്തം പരിപാടി തീർന്നു. അപ്പം പയ്യൻ്റെ അച്ഛൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ അതേ ഇനിയും അവർ വന്നില്ല കേട്ടോ. ഒന്നുകിൽ ഞാനത് ഓഫ് ചെയ്തിട്ട് പോവും, അതല്ല എങ്കിൽ ഓണാക്കി ഇട്ടേക്കും. അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായം കൂടി കേൾക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസം. മൊത്തം കണ്ടോ, നമ്മൾ ചെയ്യാവുന്ന മാക്സിമം നമ്മളിവിടെ ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. ഉണ്ട്, വൈഫൊക്കെ ഉണ്ട്. കാശി താണ്ടാ ഒരു ഹായ് കൊടുത്താ കാശി. കാശിയൊക്കെ വന്നു കേട്ടോ. കാശിയൊക്കെ സൈറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞു നല്ല കൊള്ളാം, നല്ല പരിപാടി ആയിട്ടുണ്ട്. എല്ലാം നല്ല സൂപ്പറാണ്. പുറത്തേക്കുള്ള വാം ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി. നമ്മൾ ഇന്നലെ പറഞ്ഞതിനേക്കാളും കുറച്ചും ഡിസൈൻ ഒന്ന് മാറ്റി. ഇന്നലെ നമ്മൾ പറഞ്ഞ കൊമ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്പം നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാമല്ല, അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കാം. ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അഭിപ്രായം പറഞ്ഞു കല്യാണം ചെറുക്കുന്ന രീതിയിലാണ്. ഗേറ്റിൻ്റെ എവിടെയും ലൈറ്റ് ഇല്ല. ലൈറ്റ് ഫ്രണ്ടിലുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ ഇത് സ്കെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലേ നമുക്ക് ഇപ്പോൾ ആറിൻ്റെ അത്തരത്തിൽ ഒരാൾ നോക്കിയാൽ ആ ഒരു ഫസ്റ്റ് ഒരു ആദ്യത്തെ കിട്ടുന്ന പേരുന്ന എൻട്രൻസ്. കാരണം പേരുമല്ല ഇപ്പോൾ നമ്മുടെ വീടിന് എൻട്രൻസും പേരും എല്ലാം ഉള്ളതുണ്ട്. അത് കാണുകയും ചെയ്യണം. എന്നാൽ അതിൻ്റെ ഭംഗി നമുക്ക് ഒത്തിരി അലമ്പായി പോവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം നമ്മൾ വേണം അത് സ്കെച്ച് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഇങ്ങനെ വലിച്ചു കാര്യമൊന്നുമില്ല. നല്ല അതിൽ വരുന്ന ആ വേലി വരുന്നതിൻ്റെ അവിടം വരെ നമ്മൾ ലൈറ്റ്, അപ്പം ആ ഭംഗി പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഭംഗി അതുപോലെ ഉണ്ട്. നീളത്തിൽ ലൈറ്റ് കിടക്കുന്നുണ്ട്, ആ ഒരു ഷോയും ഉണ്ട്. കയറി വരുന്നതിൻ്റെ അവിടെ നമ്മൾ ഈ ഗ്രീനും വെച്ചിരിക്കുന്നുണ്ട്. നല്ല ആംബിയൻസ്. നല്ല പരിപാടിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളെ കല്യാണ ചെറുക്കനായിരുന്നു കേട്ടോ. അപ്പം പുള്ളി ഹാപ്പിയാണ്. കല്യാണ ചെറുക്കൻ്റെ അച്ഛന്, അമ്മ എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ
നമ്മൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ റിസൾട്ട് കിട്ടി. നിങ്ങൾ കേട്ടാണല്ലോ, അവർ 100% ഹാപ്പിയാണ്. ഇപ്പം ഒരു സൗണ്ട് സിസ്റ്റം, ഒരു മൈക്ക് സെറ്റ് കൊണ്ട് നടക്കുന്ന ഒരു ഓണറെ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നൊരു നിമിഷം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെടുക്കുന്ന സ്ട്രെയിന്, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അവർക്കെല്ലാം കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് നല്ലതായി, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു, ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, പക്ഷേ നിങ്ങളത് ഭംഗിയായിട്ട് ചെയ്തു, ഞങ്ങൾ ഹാപ്പിയാണ് എന്നൊരു വാക്ക് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അതിപ്പം നിങ്ങൾക്കും കേട്ടല്ലോ. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മളെല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്ന പോലെ തന്നെ നിങ്ങളെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെ പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞു തരണം. കാരണം നമ്മുടെ ഫാമിലിയിലെ മെമ്പർമാരാണ് നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. നിങ്ങളാണ് എൻ്റെ ശക്തി. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും തുടർന്നും നമ്മുടെ ഈ കുടുംബത്ത് നിങ്ങളെല്ലാവരും ഉണ്ടാകണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ. ഓക്കെ, താങ്ക് യു.